വസല്ലം അടക്കമുള്ള ഇന്നും മദീനയിൽ നടത്തുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്, പെണ്ണുങ്ങൾക്ക് സുന്നത്തുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ മഖബറ സിയാറത്ത് കൊണ്ട് ഹറാമാണോ ഹലാലാണോ ഉണ്ടാകുന്നതെന്ന് ഗൗരവപൂർവ്വം ഈ പോകുന്ന പെണ്ണുങ്ങളും അതിനയക്കുന്ന രീതികളും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഖബറയോട് അനുബന്ധിച്ചുകൊണ്ട് വാർഷികമായ ഒരു സിയാറത്ത് എന്ന പേരിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന ഉറൂസുകൾ, ആ ഉറൂസൊക്കെ സത്യത്തിൽ ഇന്ന് തമ്മാടിത്തരത്തിൻ്റെ വേദിയാണ്. പല പ്രദേശങ്ങളിലും, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, വളരെ ചിന്തിക്കേണ്ടതാണ് ഈ പറഞ്ഞ യാഥാർത്ഥ്യം. മഹാന്മാരുടെ മഖബറയിൽ സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കൊല്ലത്തിൽ സിയാറത്ത്, അതും നല്ലതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ മഖബറകളിൽ പോയിട്ട്, ഉഹദിലെ ഖബർസ്ഥാനിൽ പോയിട്ട് ഹബീബായ റസൂലുള്ളാഹ് കൊല്ലത്തിൽ ഒരു പ്രധാനപ്പെട്ട സിയാറത്ത് ചെയ്തിരുന്നു എന്ന് ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയ ഹദീസുണ്ട്. കാന യസൂറു ഖുബൂറ ശുഹദാഇ റഅസ കുല്ലി ഹൗലിൻ എന്ന് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ തമ്മാടിത്തരമാണ്. വളരെ ഗൗരവമായി ഇത് പരിശോധിക്കേണ്ടതാണ്. നേർച്ചകൾ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ദീനിലേക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ പരിതാപകരമാണ്. തമ്മാടിത്തരത്തിൻ്റെ വേദികൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ അള്ളാഹു അനുവദിച്ച പരിധികളും അള്ളാഹു തആല സുന്നത്താക്കിയ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ശറഇന്റെ സുന്നത്തുകളും ഉപേക്ഷിക്കണമെന്ന് ഇത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഒരു നന്മയെ, അതേത് നന്മയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ അർത്ഥത്തിലും നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം ശ്രദ്ധരാകണം. വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഏത് കാര്യമാണെങ്കിലും സഹോദര സഹോദരിമാരെ, അവനവൻ്റെ ഔറത്തിന്, പെണ്ണുങ്ങൾക്ക് നന്മയായ കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുകയും ആ രീതി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. എന്താ വേഷത്തിന്റെ യാഥാർത്ഥ്യം? വേഷമണിയുന്നത് എന്തിനാണെന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വേഷത്തിന്റെ അർത്ഥം എന്താണ്? വേഷത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വേഷമണിയാൻ കൽപ്പിച്ചത്? അതിന്റെ യാഥാർത്ഥ്യത്തെ ബഹുമാനപ്പെട്ട ദീൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി പറഞ്ഞതായി കാണാം. യാ ബനി ആദം, യാ ബനി ആദം قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. ആരും എന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല, പക്ഷെ ചിന്തിക്കണം. നന്മയെ തിന്മയാക്കി മാറ്റരുത്. ഇന്ന് ഒരളവോളം നന്മയെ തിന്മയാക്കി മാറ്റുന്ന ശ്രമം വളരെ വളരെ പരിതാപകരമാണ്, നാശമാണ്. യാ ബനി ആദം, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങൾക്ക് നാം വസ്ത്രത്തെ ഇറക്കി തന്നത് യുവാരി സൗആതിക്കും, നിങ്ങൾ ഔറത്ത് മറക്കാൻ വേണ്ടിയാണ്, വരീശാലങ്കാരത്തിന് വേണ്ടിയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം വസ്ത്രം അവനവൻ്റെ ഔറത്ത് മറക്കലാണ്. ഔറത്ത് മറക്കലാണ് സത്യത്തിൽ അലങ്കാരം. എന്നിട്ട് പറഞ്ഞു വലിബാസു തഖ്വ, വലിബാസു തഖ്വ ദാലിക ഖൈർ, വലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രമാണ്, ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഖൈറായത് എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ വിശദീകരിക്കണില്ല സഹോദര സഹോദരിമാരെ, സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മുഴുവനും പോവാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനർഘമായ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശ്യവും നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അത് സിനിമാ നടന്മാരെ പിൻപറ്റുകയും സിനിമാ നടിമാരെ പിൻപറ്റുകയും ചെയ്യുന്ന ശൈലി ആകരുത്. ആണുങ്ങളും ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലക്ക് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ നോക്കൂ നിങ്ങൾ, ആണുങ്ങളെ വസ്ത്രത്തിലും ഇന്ന് ഈ നിലക്കുള്ള ഒരു തരം സിനിമയിലെ സ്റ്റൈലുകൾ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നീട്ടി പറയുന്നില്ല, സമയത്തിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു, ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. നമ്മുടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ശറഅ് നമുക്ക് വസ്ത്രം ധരിക്കാൻ അനുവദിച്ചു, വസ്ത്രം നമുക്ക് നിർബന്ധമാക്കി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി വെച്ചു. പെണ്ണുങ്ങളും ആ വിഷയത്തിൽ ഇന്ന് ഈ തമ്മാടിത്തരത്തെ പിൻപറ്റുന്നു. ആണുങ്ങളെ അവസ്ഥ എന്താ? ഞാൻ ഉദാഹരണം പറയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ വസ്ത്രം, ഔറത്ത് മറക്കുന്ന വസ്ത്രങ്ങളെ മുഴുവനും ഇങ്ങനെയുള്ള ഒരു തരം പിൻപറ്റലായി മാറുക.
ഒരാളൊരു കാര്യത്തിന് പിൻപറ്റുന്ന ആൾ ആ വിഷയത്തിൽ അയാളുടെ നേതാവായിരിക്കും. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊരു വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ആണുങ്ങളോട് പ്രത്യേകിച്ചും ഞാൻ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം. നോക്കൂ, മാ അസ്ഫല മിനൽ കഅബൈനി മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫിന്നാർ എന്ന് ഹബീബായ റസൂലുള്ളാഹി മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഞെരിയാണിക്ക് താഴേക്കിറങ്ങിയ വസ്ത്രം നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞെരിയാണിക്ക് താഴേക്കൊരാണിൻ്റെ വസ്ത്രം ഇറങ്ങിയാൽ സ്വഹീഹുൽ ബുഖാരി അറിയാത്തോണ്ടൊന്നല്ല. നിങ്ങൾ ആലോചിക്കുക, എത്ര ആളുണ്ട് ഇപ്പോൾ ഈ സദസ്സിൽ? എനിക്ക് അറിയാത്തോണ്ടല്ലേ എന്ന് ചില ആളുകൾ പറയും. ചില മസലൊക്കെ നമ്മൾ പറയും അറിയാത്തോണ്ടല്ലേ. ഇതറിയാത്ത ആളാരാ? ഇതറിയാത്ത ആളാരാപ്പം നമ്മളെ ഈ കൂട്ടത്തിലുള്ളത്? അല്ല, ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്ക് വരെ അറിയാലോ, മുസ്ലിമീങ്ങളുടെ വസ്ത്രം ഒരിക്കലും ഞെരിയാണിക്ക് താഴെ ആവാൻ പാടില്ല. മാ അസ്ഫല മിനൽ കഅബൈൻ. പല ആളുകളും സമുദായത്തിലെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകളെ പോലും വളരെ വിഷമിച്ചു പോകും ചില സദസ്സിലൊക്കെ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഇസാറുൽ മുഅ്മിനി ലാ അൻസാഫി സാഖൈ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അരയുടുപ്പ് അവന്റെ കാലിന്റെ ഈ തണ്ടം കാലിന്റെ പകുതി വരെയാണെന്ന് മുഹമ്മദ് നബി. മാ അസ്ഫല എന്നിട്ട് അനുവദനീയമായ തലമുണ്ട്. മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ. മാ അസ്ഫല മിനൽ കഅബൈൻ മാ അസ്ഫല മിനൽ കഅബൈനി ഫിനൽ ഇസാരി ഫിന്നാർ. ഞെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിപ്പോയാൽ ആ കാല്, ആ ഞെരിയാണി തന്നെ നരകത്തിലാകുമെന്ന് മുഹമ്മദ് നബി. ഞെരിയാണി നരകത്തിലായാൽ ആ വ്യക്തി നരകത്തിലാണ്. വളരെ ഗൗരവമായി ഈ കാര്യം ചിന്തിക്കണം. ഇതാരാ അറിയാത്തത്? പക്ഷെ പാലിക്കാൻ തയ്യാറില്ല. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഈ ഇരുത്തത്തിൽ നിന്ന് എണീറ്റാൽ, ഇപ്പോൾ ഇരുന്ന ഇരുത്തത്തിൽ എണീറ്റിട്ട് ഇന്റെ വസ്ത്രം ഒരിക്കലും ഞെരിയാണിക്ക് താഴെ വരില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഉമറാക്കളാണല്ലോ ഇരിക്കുന്നത്. എത്ര ആളുണ്ട്? ഇതൊക്കെ ദീനിന്റെ അസാസല്ലേ? നിങ്ങൾ ഒറ്റക്കൊരു അള്ളാഹിനോടൊരു അപരാധം ചെയ്തു, അള്ളാഹു തആല പൊറുക്കാം. ഇന്ന് നിങ്ങൾക്ക് വിഷമായി തോന്നി, എക്സാമ്പിൾ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിഷമായി തോന്നി, എക്സാമ്പിൾ. നിങ്ങൾ ഇന്നത്തെ നോമ്പ് ഒഴിവാക്കി, ആരും അറിഞ്ഞില്ല. നിങ്ങളെ വീട്ടിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചു, പുറത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതുപോലെ നോമ്പ് നോറ്റതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം. നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയല്ല കേട്ടോ, കുഴങ്ങിയിട്ട് ചെയ്യാൻ പറയല്ല, അങ്ങനെയല്ല പറഞ്ഞത്. സപ്പോസ് ചിന്തിക്ക് അങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ലേശം ഭക്ഷണം കഴിച്ചു, ആരും അറിഞ്ഞില്ല. ശവ്വാലിൻ്റെ മറ്റൊരു ദിവസം വീട്ടിൽ കൂലിയൊന്നും വളരെ കമ്മിയായിരിക്കും. കൂലി കിട്ടുമെന്നുള്ള കാര്യം തന്നെ നമുക്ക് എന്നാലും കടമേണ്ട ഒഴിവായി കിട്ടും, ഒക്കെ ശരിയാ. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ വിഷമം കൂടിപ്പോയതാണ്, ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു പുറത്തേരുന്നവനാണ്, അല്ലാഹു സ്നേഹിയാ പുറത്തേരാം. നേരെ മറിച്ച് ഹുർമത്തിദ്ദീൻ, ദീനിന്റെ പരിശുദ്ധമായ ഹുർമത്തിനെ പൊറിച്ചു ചീന്തുന്ന ആളുകൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുകയില്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ നിസ്കാരം ഉപേക്ഷിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഈ നോമ്പ് പ്രത്യക്ഷമായ പരോക്ഷമായ ചില തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ അപകടകരമായ കാര്യം പ്രത്യക്ഷമായ തിന്മകളാകുന്നു. അത് ദീനിന്റെ അടിസ്ഥാനത്തെ പറിച്ചു ചീന്തലാണ്. ഇത് വളരെ ഗൗരവമായി